ഹായ് ഫ്രണ്ട്സ്, ആൽഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോർപ്പറേറ്റ് ഏർണിംഗ്സ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം കമ്പനികൾ അവരുടെ റിസൾട്ടുകൾ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടുകൾ അത് എത്രമാത്രം നമ്മുടെ എക്സ്പെക്റ്റേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്ക്രീനർ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള ഡാറ്റകൾ ഒന്ന് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെപ്റ്റംബർ ക്വാർട്ടറിലെ അല്ലെങ്കിൽ Q2 ക്വാർട്ടറിലെ ഇതുവരെ വന്ന റിസൾട്ടുകൾ സ്ക്രീനർ സൈറ്റ് പ്രകാരം നമ്മൾ കാണുന്നത് 706 കമ്പനികളുടെ റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത്. ചെറുതും വലുതുമായ കമ്പനികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനികളിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് റവന്യൂവും അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിന്റെ ആ ഒരു ഗ്രോത്തും ഇത് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള, അതായത് നെഗറ്റീവ് ഫിഗർ കാണിക്കാത്ത അത്തരം റിസൾട്ടുകൾ ഈ ഒരു 706 റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 376 റിസൾട്ടുകളാണ് ആ രീതിയിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഇയർ ഓൺ ഇയർ സെയിൽസും പ്രോഫിറ്റും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വന്നിട്ടുള്ള, ഡബിൾ ഡിജിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10% കൂടുതലുള്ള ഒരു ഗ്രോത്ത് ഇയർ ഓൺ ഇയറിലും സെയിൽസിലായാലും പ്രോഫിറ്റിലായാലും കാണിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 256 റിസൾട്ടുകളാണ് കാണാൻ കഴിയുക. അപ്പോൾ 706 കമ്പനികളിൽ 256 കമ്പനികൾ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി കടന്നുകൊണ്ട് ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 20% കൂടുതലും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 20% കൂടുതലുള്ള കുറച്ചുകൂടി എക്സലന്റ് റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത കമ്പനികൾ നോക്കുമ്പോൾ 163 സ്റ്റോക്കുകൾ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചുകൊണ്ട് ടോപ്പ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമെന്റ്, TVS മോട്ടോഴ്സ്, ലോധ ഡെവലപ്പേഴ്സ്, CG പവർ, വാരി എനർജീസ്, ഡിക്സൺ ടെക്നോളജീസ്, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, NTPC ഗ്രീൻ എനർജി, PB ഫിൻടെക്, NMDC പോലെയുള്ള കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 163 എക്സലന്റ് റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ള കമ്പനികളുടെ സ്വാഭാവികമായിട്ടും ഇയർ ഓൺ ഇയർ ഗ്രോത്തുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 20% കൂടുതൽ വർദ്ധിച്ചത്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇതേ വർധന ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 20% ഇയർ ഓൺ ഇയർ എന്ന് പറയുമ്പോൾ ക്വാർട്ടറിൽ ഒരു 5% ഒരു ഗ്രോത്ത് എങ്കിലും ഉണ്ടാകും. ആ രീതിയിൽ നമ്മൾ ഫിൽട്ടർ ചെയ്താൽ 102 സ്റ്റോക്കുകളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇയർ ഓൺ ഇയറിലായാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലായാലും ആ ഒരു 20% ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ സ്റ്റോക്കുകൾ 102 ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ ഒരു 102 കമ്പനികളിൽ കുറച്ചുകൂടി ക്വാർട്ടറിൽ ശക്തമായ മാറ്റം വന്നിട്ടുള്ള സ്റ്റോക്കുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വന്ന മാറ്റം, ഇപ്പോൾ ഉദാഹരണത്തിന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ക്വാർട്ടറുകളിൽ അവരുടെ ഹോൾഡിംഗ് ഒരേപോലെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്കുകൾ നോക്കുമ്പോൾ നമുക്ക് 9 സ്റ്റോക്കുകൾ മാത്രമാണ് കാണാൻ കഴിയുക. അപ്പോൾ നമുക്കറിയാം DISും FISും ഒരുപോലെ ഒരു സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും ആ സ്റ്റോക്കുകൾ ക്വാർട്ടർലി Q2 റിസൾട്ടുകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അപ്പോൾ അത്തരത്തിൽ 9 സ്റ്റോക്കുകളാണ് നമുക്ക് കിട്ടുക. 9 സ്റ്റോക്കുകളിൽ ഡിക്സൺ ടെക്നോളജീസ്, കോറോമൻഡൽ ഇന്റർനാഷണൽ, ഇൻവെഞ്ചറസ് നോളജ്, ആനന്ദ് രതി വെൽത്ത്, IIFL ഫൈനാൻസ്, CPCL അഥവാ ചെന്നൈ പെട്രോ, ജയ്സ്വാൾ നെക്കോ, ഷിൽഷാർ ടെക്, വാലിയന്റ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് നമുക്ക് അത്തരത്തിൽ കാണാൻ കഴിയുന്ന സ്റ്റോക്കുകൾ. എന്നാൽ ഈ സ്റ്റോക്കുകളെ കുറച്ചുകൂടി അതിൻ്റെ ഫണ്ടമെന്റൽസും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചുകൂടി ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന 4 സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജീസ് ആണ്. 1993 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഈ ഡിക്സൺ ടെക്നോളജീസ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസ് അഥവാ EMS കമ്പനിയാണ്. നിലവിൽ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 93,000 കോടിയാണ്. നിലവിൽ സ്റ്റോക്കിന്റെ PE 72 ആണെങ്കിലും 5 ഇയേഴ്സിന്റെ ആ ഒരു മീഡിയൻ PE 127 ആണ്. അപ്പോൾ ആ 127 നിന്നും വലിയ തോതിൽ ഇത് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ പ്രൈസ് ഇപ്പോൾ അതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 19% താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ROC എക്സലന്റ് ആണെന്ന് കാണാം. 40 എന്നുള്ള ROC ആണ്. ROE 32 ആണ്. ശക്തമായ ഒരു പ്രോഫിറ്റബിലിറ്റിയാണ് ഈ സ്റ്റോക്ക് കാണിക്കുന്നത്. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 0.34 മാത്രമാണ്. അപ്പോൾ ഇതിന്റെ ആ ഒരു Q2 ഏർണിംഗ്സ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 28% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 185% വർധനവും ഉണ്ടായിട്ടുള്ളത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 15% വർധനവും, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 166% വർധനമുണ്ട്. ഇതിന്റെ കഴിഞ്ഞ 12 മാസത്തെ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് 131%. എന്നാൽ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ആ ഒരു പ്രോഫിറ്റ് ഗ്രോത്തിന് ആനുപാതികമായിട്ട് വളർന്നിട്ടില്ലെന്ന് കാണാം. അത് കഴിഞ്ഞ ഒരു വർഷത്തേത് 9.66% മാത്രമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഈ സ്റ്റോക്കിലുണ്ട് എന്ന് വ്യക്തമാണ്. ഇതിന്റെ കഴിഞ്ഞ ക്വാർട്ടറിൽ FISന്റെ ഹോൾഡിംഗിൽ വന്ന ചേഞ്ച് നോക്കുകയാണെങ്കിൽ 0.14% അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അവരുടെ DIS 2.25% സ്റ്റേക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡിക്സന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിലവിൽ ഈ സ്റ്റോക്ക് ആ 200 മൂവിംഗ് ആവറേജിന്റെ ആ ഒരു ലെവലിൽ
വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് താഴോട്ടേക്ക് പോകാം അല്ലെങ്കിൽ മുകളിലേക്ക് പോകാം, ആ രീതിയിലുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ 14,326 എന്ന ലെവലാണ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഇനി അപ്സൈഡ് പോവുകയാണെങ്കിൽ 16,950 ആണ് ഒരു റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ചിൽ ഷെയ്ഡ് ആവുന്നതാണ്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് കോറമാൻഡൽ ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ലീഡിംഗ് അഗ്രികൾച്ചറൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ആ മേഖലയിലെ ഫെർട്ടിലൈസേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറർ ആണ് കോറമാൻഡൽ ഇന്റർനാഷണൽ. ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 62,659 ആണ് നിലവിൽ. കറണ്ട് പ്രൈസ് 2,125 ഇതിന്റെ 5 ഇയേഴ്സിന്റെ ഒരു മീഡിയൻ PE 17.8 ആണ്. നിലവിൽ ഇതിന്റെ PE 29.4 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും PE വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ROCE ആണെങ്കിൽ 23.2 ROE 16.9 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.12 ആണ്. അപ്പോൾ ആ ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആണ്. ഇതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 21% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. Q2 റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 29% വർധനവും, പ്രോഫിറ്റിൽ 21% വർധനവും, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 37% വർധനവും, പ്രോഫിറ്റിൽ 58% വർധനവുമുണ്ട്. ഇതിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 55% ആണെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസിൽ വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 25% മാത്രമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു പൊട്ടൻഷ്യൽ ഈ സ്റ്റോക്കിലുമുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ FIAs ഈ സ്റ്റോക്കിൽ 0.17% അവരുടെ സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. DIAസും നേരിയ തോതിലാണെങ്കിൽ ഇപ്പോൾ 0.02% സ്റ്റേക്ക് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റോക്കിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് നീങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. അതിന്റെ 200 മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്ത് താഴോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സ്റ്റോക്ക് 1990 എന്ന ലെവലിന്റെ ആ ഒരു സപ്പോർട്ട് ലെവലിൽ എത്തിയേക്കാം. അതല്ല ഒരു റീബൗണ്ടാണ് നടക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് ലെവല് 2,384 എന്ന ലെവലാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ലെവലുകൾ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. അടുത്ത ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷനാണ്. ക്രൂഡ് ഓയിൽ റിഫൈനിങ്ങും അതിന്റെ പ്രൊഡക്ഷനും സപ്ലൈയും കൂടാതെ ലൂബ്രിക്കൻ്റ് ഓയിൽ അഡിറ്റീവ്സും ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 14,584 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു കമ്പനി ഇപ്പോൾ 979 എന്ന പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ ലോ പിയിൽ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണിത്. 4.38 എന്നുള്ള ഒരു മീഡിയം PE ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറച്ച് വർദ്ധിച്ചിട്ട് 12.5 എന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. ROCയും ROEയും വളരെ ലോ ലെവലിലാണ് ഈ സ്റ്റോക്കിലുള്ളത്. 4.3 എന്നുള്ള ROCയും ROE 2.5 മാത്രമാണ്, സിംഗിൾ ഡിജിറ്റ് ആണ്. ഇതിന്റെ ഒരു ലോങ് ടേം ഫണ്ടമെന്റൽസ് അത്ര സ്ട്രോങ് അല്ല എന്ന് വ്യക്തമാണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.22 കാണിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ വലിയ കടമൊന്നും ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിലും ഇതിന്റെ 52 വീക്ക് ഹൈയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. Q2 റിസൾട്ടുകൾ ശക്തമായി വന്നതാണ് ഈ സ്റ്റോക്ക് ഈ രീതിയിൽ 52 വീക്ക് ഹൈയിലേക്ക് പോകാൻ കാരണം. അതിൽ 35% സെയിൽസ് വർധനമാണ് ഇയർ ഓൺ ഇയറിലായിട്ടുള്ളത്. പ്രോഫിറ്റിൽ 213% വർധനമാണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 10% വർധനവും, പ്രോഫിറ്റിൽ 1893% വമ്പിച്ച വർധനവുമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ശക്തമായിട്ടുള്ള ഒരു മൊമെന്റ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് 63%. സ്റ്റോക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ഗ്രോത്തിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ നൽകി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഒരു വർഷത്തെ നോക്കുകയാണെങ്കിൽ 49% ഒരു ഗ്രോത്ത് ഈ സ്റ്റോക്കിലുണ്ടായിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ 0.02% അവരുടെ സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരുടെ സ്റ്റേക്ക് 0.12% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അത് ശക്തമായ അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ നിലവിലുള്ള ആ ഒരു ലെവലിൽ നിന്നും അടുത്ത ഒരു റെസിസ്റ്റൻസ് ലെവൽ കാണാൻ കഴിയുന്നത് 1051 എന്ന ലെവലിലാണ്. അതല്ല ഈ ലെവലിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ 879 എന്ന ലെവലിൽ ഒരു സപ്പോർട്ട് സാധ്യതയുള്ള ഒരു ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. പക്ഷേ ഈ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. കാരണം ഈ രീതിയിൽ ശക്തമായിട്ട് പറക്കുന്ന സ്റ്റോക്കുകൾ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് വിധേയമാകും. ആ സമയത്ത് സ്റ്റോക്ക് താഴോട്ടേക്ക് വരും. അടുത്തൊരു സ്റ്റോക്ക് ശക്തമായ Q2 കാണിച്ചിട്ടുള്ളത് ഷിൽചാർ ടെക്നോളജീസ് ആണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ്, ടെലികോം, പവർ മേഖലയിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഷിൽചാർ. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 4,959 കോടി മാത്രമുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 4,335 ആണ്. ഈ സ്റ്റോക്കിന്റെ PE ഇപ്പോൾ 27.9 ആണ്. 5 ഇയേഴ്സിന്റെ ഒരു മീഡിയം PE 20.3 ആയിരുന്നു. അപ്പോൾ ROCE 71 ROE 52 കാണിക്കുന്ന നല്ല ഫണ്ടമെന്റൽസ് ആണ് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇതൊരു സീറോ ഡെറ്റ് കമ്പനിയാണ്. അതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 29% കറക്റ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് കൂടിയാണിത്. അപ്പോൾ അത്രമാത്രം കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ 4,335 എന്ന പ്രൈസിൽ നമ്മൾ കാണുന്നത്. ഇതിന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 31% വർധനവും, പ്രോഫിറ്റിൽ 40% വർധനവുമാണ്. ക്വാർട്ടറിലാണെങ്കിൽ സെയിൽസിൽ 7% വർധനവും, പ്രോഫിറ്റിൽ 10% വർധനവുമാണ്.
കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 64%. സ്റ്റോക്ക് ആ രീതിയിൽ വളർന്നിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. 9.9% ലോസാണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. കഴിഞ്ഞ ക്വാർട്ടറിൽ പക്ഷേ ഈ സ്റ്റോക്കിൽ FIAs അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 0.61%. DIAസും 0.2% അവരുടെ സ്റ്റേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഈ ശക്തമായ റിസൾട്ടാണ് ഈ സ്റ്റോക്ക് ഒരു ഫോക്കസിലേക്ക് വരാനുള്ള കാരണം. ഇതിൻ്റെ ഒരു ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിലൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 4093 എന്ന ലെവൽ ഒരു ശക്തമായ സപ്പോർട്ടാണ്. അപ്പോൾ അവിടത്തേക്ക് പോകുന്നതിന് മുമ്പെയാണ് ഇപ്പോൾ ഒരു റീബൗണ്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. എന്നാൽ 4574 ഒരു ശക്തമായ ഒരു റെസിസ്റ്റൻസ് ആണ്. കാരണം അത് 200 മൂവിങ് ആവറേജ് കൂടിയാണ്. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെ വന്നിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.